Legends നമുക്ക് ഇന്ന് വരുന്നത് റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോ. റണ്ണിങ് ഫാബ്രിക് എന്ന് വെച്ചാൽ 2.5 മീറ്ററിന്റെ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ തരുന്നത്. അപ്പോൾ അല്ലാതെ ആയിട്ടല്ല കേട്ടോ, അതിൻ്റെ പ്രൈസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രോക്ക് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലിറ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ തയ്ച്ചെടുക്കാൻ, ഒരു ഷർട്ട് കോളർ പാറ്റേണിലോ അങ്ങനെയൊക്കെ തയ്ച്ചെടുക്കാൻ നല്ല രസമുള്ള ഐറ്റമാണ്. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം. 44 വിഡ്ത്ത് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 2.5 കാണും കേട്ടോ. നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ അത് കൂടിയ കോട്ടൺ ആണ്. നമ്മൾ സാധാരണ സൈസ് കോട്ടൺ അല്ല. അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കൂടിയ രീതിക്ക് തന്നെ ചെയ്തേക്കുന്നത്. കളറിന് വ്യത്യാസമുണ്ടോ? ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ്. അപ്പോൾ ആ ഒരു നല്ല ക്ലാരിറ്റി ഉള്ള നല്ല പ്രിൻ്റ് ആട്ടോ. പിന്നെ എനിക്കൊന്ന് ബേസ് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ലൈറ്റ് ഒരു പീച്ച് കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു കളേഴ്സ് എല്ലാം അവിടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തയ്ക്കാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ നല്ല മെറ്റീരിയൽ. ഈ നോർമൽ ഇതൊന്നും വേണ്ട. നോർമലി നമുക്കൊരു ചുരിദാറുമായിട്ട് തയ്ച്ചാലും നിങ്ങൾക്ക് ഈവൻ ഒരു പീച്ചോ ഗ്രീനോ യെല്ലോയോ ഒക്കെ ദുപ്പട്ട യൂസ് ചെയ്താൽ മതി. അത് തന്നെ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം കണ്ടല്ലോ, ഇതാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കോട്ടൺ തന്നെ നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ 2.5 മീറ്ററിൻ്റെ പ്രൈസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് 2.5 മീറ്ററിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന്